ഔട്ട്ലെറ്റ് അജ്മാനിൽ ഹമദ് ബിൻ ഹംദാൻ ഹുമൈദ് അൽ മത്രൂഷി ഉദ്ഘാടനം ചെയ്തു. അൽ മനാമയുടെ യുഎഇയിലെ 22ാമത്തെ ഔട്ട്ലെറ്റാണിത്. അൽമനാമ ഗ്രൂപ്പിന്റെ 52ാമത്തെ ഔട്ട്ലെറ്റ് അജ്മാനിൽ ഹമദ് ബിൻ ഹംദാൻ ഹുമൈദ് അൽ മത്രൂഷി ഉദ്ഘാടനം ചെയ്തു. യുഎഇയിലെ 20ാമത്തെയും അജ്മാനിലെ 5ാമത്തെയും ഔട്ട്ലെറ്റാണിത്. 20,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ആരംഭിച്ച പുതിയ ഔട്ട്ലെറ്റ് വിപുലമായ സൗകര്യത്തോടെയാണ് തയ്യാറാക്കിയത്. ഉദ്ഘാടനത്തിന്റെ ആദ്യ ദിവസം തന്നെ ഉപഭോക്താക്കൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകി. കമ്പനി ഭാവിയിൽ ഇനിയും വിപുലമായ പദ്ധതികൾ ആരംഭിക്കുമെന്ന് അൽമനാമ മാനേജിംഗ് ഡയറക്ടർ ഷബീർ പറഞ്ഞു. യുഎഇയിലെ 20ാമത്തെ ഔട്ട്ലെറ്റാണ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇത് 20,000 സ്ക്വയർ ഫീറ്റിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രമാണ്. അടുത്ത വർഷം 2 വലിയ ഷോപ്പിംഗ് സെൻറ്റർ വരുന്നുണ്ട്, 2 സൂപ്പർ മാർക്കറ്റും വരുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ നിരവധി പേരാണ് ഷോപ്പിലെത്തിയത്. ബർദുബയിലും ദിബ്ബയിലും 2 ഷോപ്പിംഗ് സെന്റർ കൂടി അടുത്തു തന്നെ തുറക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ജിദ്ദ സമ്മർ ഫെസ്റ്റിവൽ ജൂൺ 5-ന് ആരംഭിക്കും. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി 20 ലക്ഷം സന്ദർശകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് സംബന്ധിച്ച് ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ധാരണയായതായി അൽസലാമ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ എം മുഹമ്മദ് കുട്ടി, സഫ മക്ക അഡ്മിനിസ്ട്രേഷൻ മാനേജർ മുഹമ്മദ് ഷാജി അരിപ്ര എന്നിവർ അറിയിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ കെയറിനൊപ്പം ഒപ്റ്റോമെട്ര കോഴ്സും റിയാദിൽ ആരംഭിക്കുമെന്ന് അൽസലാമ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ പറഞ്ഞു. ലേസർ സർജറി, തിമിര ശസ്ത്രക്രിയ, ലാസ്റ്റിക് ഓക്സോപ്ലാസ്റ്റി അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഐ കെയറിൽ ഒരുക്കും. Al-Manama Business News brought to you by Al-Manama. Al-Manama Supermarkets. Moments of value shopping. ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ഇന്നത്തെ സ്വർണ്ണവില. Shamanur Gold number 1. Believe in gold. Invest in gold. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന KPCC നിർവാഹക സമിതി യോഗത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിനെയും UPA സർക്കാരിനെയും വിമർശിച്ച് പ്രമേയം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും പരോക്ഷ വിമർശം. കേരളത്തിൽ കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ 2 ഉപസമിതികൾക്ക് രൂപം നൽകി. രാഹുൽ ഗാന്ധിക്കെതിരായ പരസ്യ പരാമർശം നടത്തിയ TH മുസ്തഫയെ സസ്പെൻഡ് ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളും നിർവാഹക സമിതി അംഗങ്ങളുമെല്ലാം കേന്ദ്ര നേതൃത്വത്തെയും UPA സർക്കാരിന്റെ നയങ്ങളെയും വിമർശിച്ചാണ് സംസാരിച്ചത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിവെച്ച വിമർശം പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുക്കുകയായിരുന്നു. K. സുധാകരൻ, T. സിദ്ദീഖ്, KC അബു തുടങ്ങിയവർ രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിച്ചു. ഇതിന് അടിവരയിടുന്നതായിരുന്നു നിർവാഹക സമിതി അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുണ്ടായ പരാജയമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് പ്രമേയം പറയുന്നു. ശക്തനായ നേതാവിനെ മുന്നോട്ട് വയ്ക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. പ്രമുഖരായ കേന്ദ്രമന്ത്രിമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയുന്നത് ഒളിച്ചോട്ടമായി വിലയിരുത്തപ്പെട്ടു. പെട്രോൾ, ഡീസൽ വിലവർധന, ആധാർ തുടങ്ങിയവ പരാജയ കാരണങ്ങളായി എന്നിങ്ങനെ പോകുന്നു വിമർശങ്ങൾ. പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലാണ് മോദിയുടെ ആക്രമണത്തെ ചെറുത്തതെന്ന് സൂചിപ്പിക്കുന്ന പ്രമേയം രാഹുൽ ഗാന്ധിയുടെ നേതൃശേഷിയെയാണ് പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് പരാജയ കാരണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടു. തൃശൂർ, ചാലക്കുടി, ഇടുക്കി, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിലെ പരാജയം സംബന്ധിച്ചാണ് നിർവാഹക സമിതിയിൽ കൂടുതൽ ചർച്ചകൾ നടന്നത്. സീറ്റ് വെച്ചുമാറ്റത്തിന് താൻ മാത്രമല്ല കാരണമെന്ന് PC ചാക്കോ പറഞ്ഞു. ഇടുക്കിയിൽ കോൺഗ്രസുകാർ കാലുവാരിയെന്ന് ഡീൻ കുര്യാക്കോസും ആരോപിച്ചു. അവലോകനങ്ങൾക്ക് ശേഷം പരാജയം പഠിക്കാൻ 2 ഉപസമിതികളെ നിയോഗിക്കാൻ യോഗം തീരുമാനിച്ചു. ഇടുക്കിയിൽ പാർട്ടി പ്രതീക്ഷിച്ചിരുന്ന ഒരു സീറ്റാണ്. അവിടുത്തെ പരാജയ കാരണങ്ങൾ പരിശോധിക്കുന്നതിന് PM സുരേഷ് ബാബു കൺവീനറായി, ശ്രീ ബാബു പ്രസാദ്, ഡോക്ടർ MA കുട്ടപ്പൻ എന്നിവർ അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ പാലക്കാട്, ആലത്തൂർ, തൃശ്ശൂർ, ചാലക്കുടി ഈ 4 മണ്ഡലങ്ങളിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവി അത് പരിശോധിക്കുന്നതിന് ശ്രീ CV പത്മരാജൻ ചെയർമാനായി, ശ്രീ CV പത്മരാജൻ കൺവീനറായി, ശ്രീ P. സിറീഖ് ജോണും
ശ്രീ KP അനിൽകുമാറും അംഗങ്ങളായിട്ടുള്ള സമിതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലെ തോൽവി സംബന്ധിച്ച് DCCകൾ റിപ്പോർട്ട് നൽകും. കോൺഗ്രസിന് പാരമ്പര്യമായി മേധാവിത്വമുള്ള മേഖലകളിലെ വോട്ട് ചോർച്ച അന്വേഷിക്കുമെന്ന് VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യോഗത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ ജോക്കർ പരാമർശം നടത്തിയ TH മുസ്തഫയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും നിർവാഹക സമിതി തീരുമാനിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയം എന്ന ന്യൂസ് റൂം ലിസ്റ്റ് വിശദമായി ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചർച്ചയിൽ ചേരും. ഒപ്പം മാധ്യമപ്രവർത്തകൻ റോയ് റാഫേൽ, കുഞ്ഞാവുട്ടി ഖാദർ, IMCC സൗദി കമ്മിറ്റി പ്രസിഡന്റ് എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും ടെലിഫോൺ ലൈനിൽ. ആദ്യം ശ്രീ അജി കുര്യാക്കോസിലേക്ക്. ശ്രീ അജി കുര്യാക്കോസ്, ചരിത്ര പരാജയമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതിന്റെ ഉത്തരവാദിത്വം ദേശീയ നേതൃത്വത്തിനാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച രാഹുൽ ഗാന്ധിക്കാണ് എന്ന് യോഗത്തിലൊക്കെ നേതാക്കൾ പരസ്യമായി സമ്മതിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ച TH മുസ്തഫയെ സസ്പെൻഡും ചെയ്തിരിക്കുന്നു. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതിന്റെ ശക്തമായ താക്കീതല്ലേ TH മുസ്തഫയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ നടപടി? നേതൃത്വത്തെ അങ്ങനെ വിമർശിച്ച് ആരും മുന്നോട്ട് പോകേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൂടിയല്ലേ ഇത്? അല്ല, തീർച്ചയായും അങ്ങനെയല്ല അത്. കാരണം കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഉൾപാർട്ടി ജനാധിപത്യം വളരെയധികം കാത്തു സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കോൺഗ്രസിനകത്ത് വിമർശനങ്ങൾ ആർക്കും ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു തോൽവിയെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കാതെ അതൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് എന്ന് പറഞ്ഞതിനുള്ള ഒരു മറുപടിയാണ് ഇവിടുത്തെ ഈ സസ്പെൻഷനുമെല്ലാം. ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ, അത് കോൺഗ്രസിന്റെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതിരുന്ന നേതാക്കളുടെ പ്രവർത്തന ശൈലി, പ്രവർത്തന രീതി, അതിനെല്ലാമാണ് വിമർശിച്ചിട്ടുള്ളത്. ഇവിടെ പേഴ്സണലിയോ ഇൻഡിവിജ്വലി ആയിട്ടുള്ള ഒരു വിമർശനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരിക്കലും സംഭവിക്കാറില്ല. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ശ്രീ രാഹുൽ ഗാന്ധിയുടേത് മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാര്യം നമുക്കറിയാം, രാഹുൽ ഗാന്ധി കേന്ദ്ര മന്ത്രിസഭയിൽ കഴിഞ്ഞ വർഷം അംഗമല്ലായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നു. കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചെയ്ത കോൺഗ്രസിന്റെ കഴിഞ്ഞ വർഷത്തെ 10 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യയിൽ കൈവരിച്ച നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നത് അതിന്റെ നേതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് മറ്റുള്ള പാർട്ടിനെ അപേക്ഷിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ഉൾപാർട്ടി ജനാധിപത്യം, സ്വയം വിമർശിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു പാർട്ടി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം ഒരു വിമർശനം വന്നത് ആ പാർട്ടിയുടെ അപജയമാണെന്ന് കണക്കാക്കാതെ അതിന് സാധിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ഇത് കോൺഗ്രസ് പാർട്ടി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്കുള്ളത്. കാരണം ഇവിടെ ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ആ തോൽവി സംഭവിച്ചത് ജനങ്ങളുടെ കുറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്, ജനങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇതിന് വളരെ വ്യക്തമായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാം. 10 വർഷം ഇന്ത്യ ഭരിച്ച പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ഈ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല? അതാണ് ഇതിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. അത് കഴിയാതിരുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മാത്രം കുറ്റമല്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് വിമർശിക്കുകയും മാത്രമല്ല മോശമായി പരിഹസിക്കുകയും ചെയ്തതിന് പേരിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അത് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല ഏതൊരു നേതാവിനെ ആയിരുന്നാലും അത്തരം വിമർശനങ്ങൾ, പരസ്യമായി മോശമായി വിമർശിക്കുന്ന വിമർശനങ്ങളെ പാർട്ടി ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള തെളിവ് കൂടിയാണ് ഈ TH മുസ്തഫയ്ക്കെതിരെ എടുത്തുള്ള ആക്ഷൻ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഈ വന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയം മനസ്സിലാക്കും. അത് കോൺഗ്രസ് പാർട്ടി ഉടൻ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു തിരിച്ചുവരവ് നടത്തുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ഈ KPCCയുടെ ഈ മീറ്റിംഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീ റോയ് റാഫേൽ, താങ്കൾ എങ്ങനെ കാണുന്നു? നേതൃത്വത്തിനെ പരസ്യമായി വിമർശിക്കാൻ ഇപ്പോഴും, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിലെ സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഈ നേതാക്കളെ പരസ്യമായി വിമർശിക്കാൻ ഇപ്പോഴും പല കോൺഗ്രസ് നേതാക്കൾക്കും പേടിയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ ഗാന്ധിയുടെ വൺമാൻ ഷോ ആണ് ഉണ്ടായത് എന്ന് രഹസ്യമായിട്ടെങ്കിലും പല കോൺഗ്രസ് നേതാക്കളും സമ്മതിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പല നേതാക്കളും അത് തുറന്നു പറയുകയും ചെയ്തു. അതിലൊരാളായിരുന്നു TH മുസ്തഫ. അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. പരാജയത്തിന്റെ തോൽവി മൻമോഹൻ സിംഗിന്റെയോ അല്ലെങ്കിൽ ദേശീയ നേതാക്കളുടെ തലയിൽ കെട്ടിവെക്കാൻ ഉള്ള ശ്രമം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് അന്ന് തന്നെ നടന്നിരുന്നു. പ്രവർത്തക സമിതി യോഗത്തിലൊക്കെ അതാണ് കണ്ടത്. ആ രീതിയിലേക്കുള്ള ഒരു നീക്കങ്ങളല്ലേ ഇപ്പോൾ കോൺഗ്രസിനകത്ത് പോകുന്നത്? രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിനെ വിമർശിക്കാനുള്ള ഒരു ധൈര്യം ഇപ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗം നേതാക്കൾക്കും വന്നിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കൃത്യമായും ആ ഒരു അവബോധം തന്നെ പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് TH മുസ്തഫയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തിൽ എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒരു നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ
ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. അത് സംസ്ഥാനങ്ങളിലും കഴിയില്ല, കേന്ദ്രത്തിലും കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതി. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അനൌദ്യോഗികമായി ഉയർത്തി കാണിച്ച രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ ഇനി പാർട്ടിയെ നയിക്കുമെന്നും വിജയത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പ്രത്യാശ പ്രകടിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇന്നത്തെ KPCC നിർവാഹക സമിതി യോഗത്തിൽ TH മുസ്തഫയെ സസ്പെൻഡ് ചെയ്ത നടപടി തെളിയിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് പറഞ്ഞതുപോലെ ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന്റെ മാത്രം പ്രശ്നമല്ല. ജനങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ഘടകം ഇവിടെയുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലേതുപോലെ ഒരു പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം മാത്രമാണ് സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നുള്ളൂ. ഈ തന്ത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ മനസ്സ് അവിടെ ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് അവസാനത്തെ 5 വർഷത്തെ രണ്ടാം UPA സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് കോൺഗ്രസ് ആത്യന്തികമായി ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യം. അതിന് പുറമെ തൊലിപ്പുറമെയുള്ള ചികിത്സ എന്ന് നമ്മൾ പറയുന്നത് പോലെ വളരെ നിസ്സാരമായ 2-3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ജോക്കർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടോ 1-2 പേരുടെ പ്രസ്താവനകളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പഴിചാരിയത് കൊണ്ടോ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നം എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ സമ്മതിക്കാൻ സാധിക്കും. പക്ഷെ എങ്കിലും കോൺഗ്രസ് അതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ KPCC നിർവാഹക സമിതി യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ പ്രവർത്തക സമിതി യോഗത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് എല്ലാ പാപഭാരവും ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു UPA സർക്കാരിന്റെ പ്രവർത്തനത്തില് ചില പിശകുകൾ കൊണ്ടാണ് വലിയൊരു ദോഷം സംഭവിച്ചതെന്ന് മൻമോഹൻ സിംഗ് ഏറ്റെടുത്ത് പറഞ്ഞതോടുകൂടി അവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ആ ഒരു പാപഭാരത്തിൽ നിന്ന് വിമുക്തരായി. ഈ രീതിയിലാണ് കോൺഗ്രസിന്റെ ചർച്ചകളും വിലയിരുത്തലുകളും ആത്മപരിശോധനയും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എപ്പോൾ തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നേരത്തെ പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ ഭരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. കോൺഗ്രസിന്റെ ഭരണ നേട്ടം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ അതിലംഘിക്കുന്ന രീതിയിലാണ് അഴിമതിയും വിലക്കയറ്റവും പോലുള്ള വലിയ പ്രശ്നങ്ങൾ ജനങ്ങൾ കണ്ടത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ ഭരണ നേട്ടമുണ്ടോ, ഏത് സർക്കാരായാലും ഭരിക്കും, ദൈനംദിന ഭരണം മുന്നോട്ട് നീങ്ങുമ്പോൾ കുറെ നല്ല കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ ജനങ്ങൾ ചിന്തിച്ചത് ജനങ്ങളുടെ